തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തിനിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. നമസ്കാരം. ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര സംഘടിപ്പിച്ചു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അഞ്ചലിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര സംഘടിപ്പിച്ചു. ബാലസംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അഞ്ചൽ ടൗണിൽ റാലി നടന്നു. അഞ്ചലിൽ പൈപ്പ് പൊട്ടലിന് അവസാനമില്ല. തഴമേൽ റോഡിൽ കുടിവെള്ളം പാഴാകുന്നു. വരൾച്ചയുടെ പിടിയിൽ കിഴക്കൻ മലയോര മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു. അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ തെരുവ് നായശല്യം രൂക്ഷമാകുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. അഞ്ചലിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അഞ്ചലിൽ വർണ്ണാഭമായ പരിപാടികളോടെ ഘോഷയാത്ര സംഘടിപ്പിച്ചു. എന്തുകൊണ്ടറിവീല കണ്ണ
നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞുപോയി. എന്തുകൊണ്ടറിവീല കണ്ണാ, നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞുപോയി. ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ തിരുമുമ്പിൽ ചിരി തൂകി മാഞ്ഞുപോയി. സുകൃതമെന്നോർത്തു മറഞ്ഞുപോയി. എന്തുകൊണ്ടറിവീല കണ്ണാ, നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞുപോയി. ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ തിരുമുമ്പിൽ ചിരി തൂകി മാഞ്ഞുപോയി. അഞ്ചലിൽ അണിനിരുന്ന ശോഭയാത്രയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ശ്രീകൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷങ്ങളും മറ്റു പുരാണ വേഷങ്ങളും ശോഭയാത്രയ്ക്ക് മോടി കൂട്ടി. അഞ്ചൽ അർച്ചന തിയേറ്ററിന് സമീപത്തു നിന്നും ആരംഭിച്ച ശോഭയാത്ര അഞ്ചൽ ആറോ ജംഗ്ഷൻ ചന്തമുക്ക് വഴി പനയംചേരി ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ആളുകളാണ് ശോഭയാത്ര കാണുവാനായി അഞ്ചൽ ആറോ ജംഗ്ഷനിൽ തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ബാലസംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അഞ്ചൽ ടൗണിൽ റാലി നടന്നു. ബാലസംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി ഓണാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അഞ്ചൽ ടൗണിൽ റാലി നടത്തി. അഞ്ചൽ ചന്തമുക്കിൽ നിന്നും തുടങ്ങിയ റാലി അഞ്ചൽ കോളേജ് ജംഗ്ഷൻ ചുറ്റി തിരിച്ച് ചന്തമുക്കിൽ സമാപിച്ചു. 100 കണക്കിന് കുട്ടികളാണ് റാലിയിൽ പങ്കെടുത്തത്. Balatangam
VS സതീഷ്, സുജ ചന്ദ്രബാബു, അഡ്വക്കേറ്റ് സൂരജ്, ബാബുരാജ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. അഞ്ചലിൽ പൈപ്പ് പൊട്ടലിന് അവസാനമില്ല. തഴമേൽ റോഡിൽ കുടിവെള്ളം പാഴാകുന്നു. തഴമേൽ റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴായി തുടങ്ങിയിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ മൗനം പാലിക്കുകയാണ്. റോഡിലൂടെ ജലമൊഴുകി വാഹനങ്ങൾ, കാൽനട യാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ മലിനജലം അടിപ്പിച്ചു പോകുന്നതും പതിവായി കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരുമായി ഫോണിലും നേരിട്ടും അറിയിച്ചെങ്കിലും ഇതെല്ലാം എല്ലായിടത്തും സംഭവിക്കുന്നതല്ലേ എന്ന മട്ടിൽ അധികൃതർ കൈയൊഴിയുന്നതായും നാട്ടുകാർ പറയുന്നു. പോയിട്ട് വേണ്ടുന്ന പരാതികളെല്ലാം കൊടുത്തു. എല്ലാവരെയും വിളിച്ച്, ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ച് പറഞ്ഞ് 2 മാസം മുമ്പ് തന്നെ 2, 3, 4 പ്രാവശ്യം ഇവിടെ പാൾ വന്നു. ഇന്നും ഒരാൾ വന്ന് നോക്കിയിട്ട് പോയത്. ഇത് ഇനിയിപ്പോൾ ഈ റോഡ് മൊത്തം തകർന്നാലേ അവർ ശരിയാക്കും. എന്താ അവർ ശരിയാകാത്ത കാരണം? ആർക്കറിയാം, നമ്മൾ പറയാനല്ലേ പറ്റും. വിളിച്ച് ചോദിച്ചാൽ ഇതിനു മുമ്പ് വന്ന ഒരു സ്ത്രീയും വേറെ 2 പേരും കൂടെ ഇവർ ആട്ടോയിലൂടെ വന്ന് അവരുടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉടനെ ശരിയാക്കാന്ന് പറഞ്ഞത് അവരെ. എത്ര നാളുകൊണ്ട് ഈ വെള്ളം പൊട്ടിപ്പോന്നു? ഇപ്പോൾ 2 മാസമായി. 2 മാസം കൊണ്ട് ഇങ്ങനെ വാട്ടർ റോഡ് മൊത്തം അത്ര നശിച്ചില്ലേ? ഇതുവരെ നടപടിയില്ല. ഒരു നടപടിയില്ല. എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞെന്ന് അറിയാമോ? ഇവിടുത്തെ ഗിരിജ മെമ്പറെ വിളിച്ച് പറഞ്ഞ്, ഗിരിജാമ്മയുടെ ഭർത്താവ് വിളിച്ച്, ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ വിളിച്ച്, ഇവരെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു പറഞ്ഞു. ഇവരെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഒരു നടപടിയില്ല. പക്ഷേ വെള്ളത്തിന് ക്ഷാമമാണെങ്കിലും ആവശ്യത്തിന് റോഡിലെ വെള്ളം ഇങ്ങനെ ഒഴുകുമല്ലോ, നമുക്ക് കിട്ടിയില്ലേലും. നമുക്ക് കിട്ടിയില്ലേലും വെള്ളം അദ്ദേഹം പറഞ്ഞാൽ തന്നെ അവർ കൂടെ വരുന്നുണ്ടോ ഒന്ന് കുനിഞ്ഞു നോക്കും, അപ്പോഴേ വലിഞ്ഞാൽ പോവുക. ശരിയാക്കുന്നില്ല. ശരിയാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, എന്നാൽ ശരിയാക്കാവുന്ന ഒരു വാക്കുപോലും പറയാറില്ല. അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും പൈപ്പ് പൊട്ടൽ വ്യാപകമാകുന്നു എന്ന പരാതി ADV ന്യൂസ് മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാർ ജോലിക്കാരിലെ മടിയന്മാരെ പൊതുവെ പറയാറുള്ള പോലെ കിട്ടുന്നവരെ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പഴക്കം ചെന്നതും കാലഹരണപ്പെട്ടതുമായ പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ പോലും അധികൃതർ മുന്നോട്ട് വരുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വരൾച്ചയുടെ പിടിയിൽ കിഴക്കൻ മലയോര മേഖലയിൽ ജലനിരപ്പ് താഴുന്നു. ഇക്കഴിഞ്ഞ കർക്കിടക മാസത്തിൽ മഴ ചതിച്ചതോടെ വരൾച്ചയുടെ വറുതിയിലേക്ക് കിഴക്കൻ മലയോര മേഖല വീണിരിക്കുകയാണ്. മതിയായ മഴ മേഖലയിൽ ലഭിക്കാത്തതിനെ തുടർന്ന് ഇത്തവണ നേരത്തെ തന്നെ തെന്മല അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശവും ജലനിരപ്പ് നന്നേ താണിരിക്കുകയാണ്. തെന്മല അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശമായ
വെള്ളം വെട്ടി ഷട്ടിൽ ഡാമിലെ ജലനിരപ്പ് വരൾച്ച കത്തിജ്വലിക്കുന്ന മീനമാസത്തേതിനേക്കാൾ ഭയാനകമായ തരത്തിൽ താഴ്ന്ന കാഴ്ചയാണ് ചിങ്ങത്തിലും കാണാനായത്. ഇത്തവണ നേരിടേണ്ടി വരുന്ന വരൾച്ച പ്രദേശവാസികൾ ആശങ്കകൾ നൽകുന്നതാണ്. ഇക്കോ ടൂറിസത്തിൻ്റെ പ്രധാന കാഴ്ചഭംഗി നൽകുന്ന ജലാശയം ടൂറിസത്തിൻ്റെ ബോട്ട് സവാരി കടന്നുപോകുന്ന പ്രദേശം കൂടിയാണ്. മതിയായ വെള്ളമില്ലാത്തത് ഇക്കോ ടൂറിസത്തിൻ്റെ ബോട്ട് സവാരിക്കും സുരക്ഷയ്ക്കും പ്രതിസന്ധിയായിട്ടുണ്ട്. ശെന്തുരുണി വന്യജീവി കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗം അണക്കെട്ടിനെ തലോടിയാണ് കടന്നു പോകുന്നത്. വന്യജീവികൾക്ക് ദാഹമകറ്റാനും ശരീരം തണുപ്പിക്കാനുമൊക്കെ ആശ്രയിക്കുന്നതും അണക്കെട്ടിലെ സമൃദ്ധമായ ജലാശയത്തിലാണെങ്കിലും ഇപ്പോൾ ശക്തമായ ചൂടിൽ വെള്ളവും ചൂടായതിനാൽ മൃഗങ്ങൾക്കും മറ്റു ജീവികൾക്കും കാട്ടരുവികളാണ് ആശ്രയമായിരിക്കുന്നത്. കാലാവസ്ഥയിലെ മാറ്റം മനുഷ്യർക്കൊപ്പം ജീവികൾക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ. അഞ്ചലിൽ നിരവധി ആളുകൾ ദിനംപ്രതി വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ വരവേൽക്കാൻ തെരുവുനായ്ക്കൾ സജീവമാകുന്നു. മുറിവുണങ്ങാത്തതും പുഴുവരിച്ചതുമായ തെരുവുനായ്ക്കളും ഈ കൂട്ടത്തിൽപ്പെടുന്നു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം കടിയേറ്റ സംഭവങ്ങളും അഞ്ചലിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഞങ്ങളോട് പങ്കുവച്ചു. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമീപത്തെ സ്കൂളിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് അധികൃതർ നൽകുന്നത്? ബസ് കാത്തു നിൽക്കുന്നവരുടെ സമീപത്തു കൂടി തെല്ലും ഭീതിയില്ലാതെ കടന്നുപോകുന്ന ഇത്തരം തെരുവുനായകളിൽ പേവിഷബാധയും കണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിക്കുകയും തെരുവിൽ ഉറങ്ങിക്കിടന്നയാളെ ക്രൂരമായി കടിച്ചു കീറിയതും കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ തെരുവുനായ ശല്യത്തിൻ്റെ അധികം പഴക്കമില്ലാത്ത ഓർമ്മകളാണ്. ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അഞ്ചൽ ബസ് സ്റ്റാൻഡ് തെരുവുനായകളെ കൊണ്ട് നിറയുമെന്നതും ഒട്ടും സംശയമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര സംഘടിപ്പിച്ചു. ബാലസംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അഞ്ചൽ ടൗണിൽ റാലി നടന്നു. അഞ്ചലിൽ പൈപ്പ് പൊട്ടലിന് അവസാനമില്ല. തഴമേൽ റോഡിൽ കുടിവെള്ളം പാഴാകുന്നു. വരൾച്ചയുടെ പിടിയിൽ കിഴക്കൻ മലയോര മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു. അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ്, അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC, non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant, Anjal. Contact 0475 227 332 9947 03 5040.
അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ് അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ.